സന്ദേശ് ഖലി വിഷയത്തിൽ ബി.ജെ.പിക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് ബംഗാളിനെ അപകീർത്തിപ്പെടുത്താൻ ബി.ജെ.പി ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപണം. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ സുവേന്ദു അധികാരിയാണെന്നും ആരോപണമുണ്ട്. ഷാജഹാൻ ഷെയ്ഖ് ഉൾപ്പെടെയുള്ള ടി.എം.സി നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നു. നോബിൾ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബിൾ, മമതാ ബാനർജിയുടെ ഇപ്പോഴത്തെ ആരോപണങ്ങൾ എന്തെല്ലാമാണ്? ബി.ജെ.പി പ്രാദേശിക നേതാവിന്റെ വെളിപ്പെടുത്തൽ വീഡിയോ അടക്കമാണല്ലോ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വിനീത, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുൻപാണ് സന്ദേശ് ഖലി വിഷയം വലിയ രീതിയിൽ തന്നെ സംസ്ഥാനത്ത് പശ്ചിമബംഗാളിൽ വലിയ പ്രചാരണം നേടിയത്. അതിനനുസരിച്ച് ബി.ജെ.പി അത് തെരഞ്ഞെടുപ്പിൽ ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി അടക്കം സന്ദേശ് ഖലി സ്ത്രീകൾക്ക് വേണ്ടി നിരന്തരം വാദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും ഈ സന്ദേശ് ഖലി വിഷയത്തിൽ പുതിയ ചില വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ ഒരു പ്രാദേശിക നേതാവിന്റെ ഭാഗത്ത് നിന്ന് സ്ട്രിംഗ് ഓപ്പറേഷൻ വഴി ശേഖരിച്ച ഒരു വീഡിയോ അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. സന്ദേശ് ഖലിയിലുണ്ടായ ഈ പ്രശ്നങ്ങൾ എല്ലാം അത് ബി.ജെ.പി ഗൂഢാലോചന നടത്തിയതാണ് എന്നാണ് ഇതിലിപ്പോൾ ആരോപണമായി ഉയരുന്നത്. പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ നേതാവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഗൂഢാലോചന, പ്രത്യേകിച്ച് ഈ സുവേന്ദു അധികാരിയാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നാണ് വ്യക്തമാക്കുന്നത്. പ്രാദേശിക ബി.ജെ.പി നേതാക്കളോട് സന്ദേശ് ഖലിയിലെ ടി.എം.സി നേതാക്കൾ, അതായത് ഷാജഹാൻ ഷെയ്ഖ് അടക്കമുള്ള നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിക്കാൻ 3-4 സ്ത്രീകളെ ആവശ്യമുണ്ട് എന്നും അത്തരത്തിൽ തയ്യാറാക്കി നിർത്തണം എന്നുമുള്ള ആവശ്യം ഉന്നയിച്ചു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സന്ദേശ് ഖലി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI ഈ കേസെടുത്ത് ഇതിലിപ്പോൾ അന്വേഷണം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം CBI സംഘം സന്ദേശ് ഖലിയിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് ആയുധങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ ആയുധങ്ങൾ സുവേന്ദു അധികാരിയുടെ നിർദ്ദേശപ്രകാരം ആ വീട്ടിൽ കൊണ്ടുപോയി വെച്ചതാണ് എന്നും ഈ വീഡിയോയിൽ വെളിപ്പെടുത്തുന്നുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും സന്ദേശ് ഖലി വിഷയം ഒരു തരത്തിൽ TMCക്കെതിരെ ബി.ജെ.പി ശക്തമായ ആയുധമാക്കുമ്പോൾ ഈ വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് അത് ബി.ജെ.പി തൃണമൂൽ കോൺഗ്രസിനും ഒപ്പം പശ്ചിമ ബംഗാളിനെയും ഇത്തരത്തിൽ ഡീഫൈൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ അവിടെ അപമാനിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു വീഡിയോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാക്കിയത് എന്ന തീരുമാനമാണ്, അത്തരത്തിൽ നടപടിയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ബംഗ്ലാ വിരുദ്ധർ വലിയ രീതിയിൽ തന്നെ ഇത്തരത്തിൽ പശ്ചിമ ബംഗാളിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് മമതാ ബാനർജി ഉൾപ്പെടെ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു. അതാണെങ്കിലും പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായി തന്നെ സന്ദേശ് ഖലി വിഷയം കത്തുമ്പോഴാണ് ഇതിന് പിന്നിൽ ബി.ജെ.പി ആണ് എന്ന ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസ് ശക്തമായി രംഗത്തേക്ക് വരുന്നത്.